എല്ലാവർക്കും നമസ്കാരം. ഇത് ഞാൻ മുമ്പ് ഉംലിംഗ്ലയിലേക്ക് യാത്ര പോയതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പാണ്. ഞാനും എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ, ഒരാൾ മനുച്ചേട്ടനും മറ്റൊരാൾ ജിൽബായ്, ഞങ്ങൾ 3 പേരും കൂടെ ലഡാക്കിലെ ഉംലിംഗ്ല പാസ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാസ്സാണ് ഉംലിംഗ്ല പാസ്. ഏതാണ്ട് 19,024 അടി സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന വാഹനം ഓടിക്കാൻ പറ്റുന്ന പാസ്സാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോകണമെന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ യാത്ര പോയതിൻ്റെ ക്ലിപ്പുകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് ലഡാക്കിലെ ഹാൻലെ എന്ന് പറയുന്ന ചെറിയ ഒരു വില്ലേജ് എന്ന് തന്നെ പറയാം. വളരെ കുറച്ച് ആൾക്കാർ മാത്രം താമസിക്കുന്ന ഒരു ചെറിയ വില്ലേജിൽ നിന്ന് ഉംലിംഗ്ല എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള യാത്രയാണ്. അവിടെ ഉംലിംഗ്ല എന്ന് പറയുന്ന സ്ഥലത്ത് താമസക്കാരോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു മിലിറ്ററി ബേസാണ്. ഇന്ത്യ ചൈന ബോർഡറാണ്. അവിടെ ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ റോഡ് നിർമ്മിച്ചതുകൊണ്ട് അതൊരു വിനോദസഞ്ചാര മേഖലയായി മാറി. അങ്ങനെ അത് മാത്രമാണ് അവിടുത്തെ പ്രത്യേകത. അപ്പോൾ അത് കാണണം. ബൈക്ക് ഓടിക്കാൻ ഒരുപാട് ആഗ്രഹമായതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഇത്രയും ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ പാസ്സുള്ളപ്പോൾ നമ്മൾ അവിടെ പോവുക എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യമാണല്ലോ. അങ്ങനെ ഞങ്ങൾ പോകാമെന്ന് തീരുമാനിച്ച് പോയതിൻ്റെ യാത്രാ വിവരണമാണിത്. ഇങ്ങനെ പോകുന്ന വഴിയൊക്കെ ഒരുപാട് വാഹനങ്ങളോ ആൾക്കാരോ ഒന്നും ഇല്ല. ഭയങ്കര വിജനതയായിരിക്കും. നല്ല ഒരു പീസ്ഫുള്ളായിട്ട് നമുക്ക് ബൈക്കിൽ ഇങ്ങനെ ക്രൂസ് ചെയ്ത് പോകാൻ പറ്റും. ഇത് ഇന്ത്യയിൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്കിത് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. നമ്മുടെ ചുറ്റും മലനിരകൾ മാത്രമായിരിക്കും. നമ്മൾ മലയാളികൾക്ക് ഇതൊരു പ്രത്യേക അനുഭവമായിരിക്കും. കാര്യം നമുക്ക് മലകളെന്ന് പറഞ്ഞാൽ പച്ചപ്പും ഹരിതാപവുമാണല്ലോ. ഇവിടെ അങ്ങനെയല്ല. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ ഇപ്പം നമ്മൾ കാണുന്ന ഈ ക്ലിപ്പുകളെന്ന് പറഞ്ഞാൽ ഹാൻലെ എന്ന് പറയുന്ന വില്ലേജിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ക്ലിപ്പുകളാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് കുതിരകളുണ്ട് ഇവിടെ. കുതിരയാണോ കഴുതയാണോ എന്നറിയില്ല. ഇപ്പം നമ്മൾ കണ്ടില്ലേ, ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ പോകും. നല്ല സ്പീഡിലാണത് പോകുന്നത്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ വാഹനം ഓടിച്ചില്ല എങ്കിൽ ഇത് നമ്മുടെ മുമ്പിൽ വന്ന് ചാടും, നമുക്ക് അപകടം ഉണ്ടാവും. അങ്ങനെ നമ്മൾ രാവിലെ ഒരു 8 മണി ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു യാത്ര ചെയ്ത് വരുന്നവർക്ക് താമസിക്കാൻ ഒരു ചെറിയ സ്റ്റേ അത്ര തന്നെ. നമ്മൾ പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഉംലിംഗ്ലയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടേക്കുള്ള ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ വിശദമായി പറയാം. എങ്ങനെയാണ് പോകുന്നത്, എന്ത് പ്ലാൻ ചെയ്യണം, എന്ത് കരുതണം, എല്ലാ വിശേഷങ്ങളും വിശദമായി പറയാം. താങ്ക് യു.